ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മളെ അകത്തേക്ക് വിളിച്ചത് നമ്മളെ നന്നാക്കാനല്ലതും നിങ്ങളുടെ ജീവിതം വിറ്റ് കാശാക്കാനാണെന്നും നിങ്ങളെ സമൂഹത്തിൽ താറടിച്ച് ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതറ്റം വരെ നിങ്ങളുടെ ലൈഫ് പോയാലും അതെല്ലാം ഞങ്ങൾക്ക് കാശ്, അതിനുവേണ്ടി തന്നെയാണ് അവർ നമ്മളെ വിളിക്കുന്നത്. ആ കുഴിയിലേക്ക് പോയി വീഴാതിരിക്കുക. എന്തൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്താലും ഞാൻ തിരിച്ച് തന്നെ വരും. നിങ്ങളിരുന്ന് പ്ലാൻ ചെയ്തോ, നിങ്ങളുടെ പ്ലാനിങ് നിങ്ങളുടെ കയ്യിലിരിക്കത്തുള്ളൂ. ഞാനൊക്കെ ഹൗസിലൊക്കെ ഓരോ മൊമെൻറ്റിലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എന്ത് ചിന്തിക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവർ നാളെ എന്ത് ചിന്തിക്കും, ഇത് ചിന്തിച്ച് എന്തിനാണ് എന്നെയും ഫ്യൂച്ചറിനെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി ഒരു അമ്മി നോക്കിയില്ലേ. ഞാൻ 100 ദിവസം ഞാൻ അയാളെ അകത്ത് നിർത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഹൗസിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബുദ്ധിയുടെ കൂടെ ഭാഗം. നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം. ഇപ്പോൾ എനിക്ക് ഒരു രഹസ്യം ഫ്യൂച്ചറിനോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് മൊമെൻറ്റാണ് തിരഞ്ഞെടുക്കുന്നറിയാമോ? ഞാൻ ഹൗസിലെല്ലാ മൊമെൻറ്റും വാച്ച് ചെയ്യും. ഏറ്റവും ആളിക്കത്തുന്ന ഒരു സംഭവം അകത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 100% അറിയാം ക്യാമറയ്ക്ക് വേണ്ടത് അതാണ്. ക്യാമറ അതേ ഫോക്കസ് ചെയ്യൂ. ഞാൻ വെളിയിൽ നിന്ന് ചോദിച്ചിട്ട് പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടത്, കാരണം അത് പോകത്തില്ല, എല്ലാം കൂടെ എടുത്ത് കാണിക്കാൻ പറ്റൂ. അപ്പം വെളിയിൽ നിന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കിടയിൽ മാത്രം നിൽക്കും. കാര്യം ആ കണ്ടൻറ്റേ പോകൂ. ബെസ്റ്റ് കണ്ടൻറ്റ് അതാണ് ഒരു ഡയറക്ടർ സെൻസ്.